1528 ശേഷം അയോധ്യ വീണ്ടും നിറങ്ങളിൽ കുളിക്കാൻ ഒരുങ്ങുകയാണ്. പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞുള്ള രാംലല്ലയുടെ ആദ്യ ഹോളി വരുന്നു. ആദ്യത്തെ ഹോളി വരുമ്പോൾ ആ നിറങ്ങൾ പകരുന്ന ആ വർണ്ണ കാഴ്ചകൾ അയോധ്യയിലെ ഓരോ മനുഷ്യന്റെയും ഓരോ ജീവിതത്തിലും നിറയുകയാണ്. ബാബറിന്റെ ആക്രമണത്തോടെ അവസാനിപ്പിച്ച ആഘോഷങ്ങൾ വീണ്ടും വരുന്നു. 495 വർഷങ്ങൾക്ക് ശേഷം രാമജന്മഭൂമിയിൽ വീണ്ടും ഹോളി ആഘോഷം. ഹോളി ആഘോഷത്തിൽ വിളമ്പുന്നത് 56 തരം വിഭവങ്ങൾ എന്നതും ആഘോഷത്തിന്റെ പകിട്ട് കൂട്ടുകയാണ്. 495 വർഷങ്ങൾക്ക് ശേഷം രാമജന്മഭൂമിയിൽ നിറങ്ങളുടെ ഉത്സവം ഹോളി ആഘോഷത്തിനായി ഒരുങ്ങുകയാണ്. ഹോളി ഗംഭീരമായി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളാണിപ്പോൾ അയോധ്യയിൽ നടക്കുന്നത്. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റും ഇതിനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഹോളി ആഘോഷത്തിന്റെ രൂപം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് പുരോഹിതരുമായി ചർച്ചയും നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞുള്ള രാംലല്ലയുടെ ആദ്യ ഹോളിയാണിത്. 1528 മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ സൈന്യാധിപനായ മിർ ബാഖിയുടെ ആക്രമണത്തിന് ശേഷം രാംലല്ലയുടെ മുന്നിലുള്ള ഇത്തരം ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നു. രാംനഗറിയിലെ മറ്റു ക്ഷേത്രങ്ങളിലും ഹോളി സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രാണപ്രതിഷ്ഠയുടെ സന്തോഷം ഹോളിയിൽ നിറഞ്ഞ ആവേശത്തോടെ പ്രകടിപ്പിക്കുമെന്നാണ് സന്യാസിമാരുടെ വാക്കുകൾ. ഇത്തവണ ഭക്തർക്ക് രാംലല്ലയ്ക്കൊപ്പം ഹോളി ആഘോഷിക്കാൻ അവസരം ലഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ശ്രീരാമജന്മഭൂമി പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു. രാംലല്ലയെ പുതുവസ്ത്രങ്ങൾ അണിയിക്കുകയും വിവിധ തരം വിഭവങ്ങൾ വിളമ്പുകയും ചെയ്യും. 56 തരം വിഭവങ്ങൾ വിളമ്പി ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്യും. ഇതിനുശേഷം അബിർ ഗുലാൽ സമർപ്പിച്ച് ഹോളി ആഘോഷിക്കും. ഇക്കുറി രാമജന്മഭൂമിയിൽ സാംസ്കാരിക പരിപാടികളും പാട്ടുകളും നൃത്തങ്ങളുമൊക്കെയായി ആഘോഷം കൂടുതൽ വർണ്ണാഭമാകും. ഹോളി കഴിഞ്ഞാലും അയോധ്യയിൽ ഇക്കുറി ഉത്സവങ്ങളുടെ പെരുമഴക്കാലമാണ്. അയോധ്യ രാമക്ഷേത്രത്തിൽ ഈ വർഷം ആഘോഷിക്കപ്പെടുന്നത് 12 ഉത്സവങ്ങൾ. ഫെബ്രുവരി 14 ബസന്ത് പഞ്ചമിയാകും ആദ്യ ഉത്സവം. രാമനവമി, സീതാനവമി, നരസിംഹ ജയന്തി, സാവൻ ജുല ഉത്സവ്, ജന്മാഷ്ടമി, ഭവൻദ്വാദശി, വിജയദശമി, ശരത് പൂർണിമ, ദീപാവലി, വിവാഹ പഞ്ചമി, മകരസംക്രാന്തി എന്നിവ ക്ഷേത്ര പരിസരത്ത് വിപുലമായി ആഘോഷിക്കും. അങ്ങനെ വരുമ്പോൾ വർഷം മുഴുവനും ഉത്സവലഹരിയിലാകും ഇക്കുറി ശ്രീരാമ ജന്മഭൂമി. ശ്രാവൺ ജൂലൈ മേള ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാകും പരിക്രമമേള സംഘടിപ്പിക്കുക. രാംനവമി മാർച്ച് ഏപ്രിൽ മാസത്തിലും രഥയാത്ര ജൂൺ ജൂലൈ മാസത്തിലും കൊണ്ടാടും. സരയൂ സ്നാനവും രാം വിവാഹവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കും. വരുന്ന ഡിസംബറിൽ രാമായണ മേളയും സംഘടിപ്പിക്കും. ഇക്കുറി അയോധ്യയിൽ രാമനവമിയും സ്പെഷ്യലാണ്. അന്ന് സൂര്യരശ്മികൾ വിഗ്രഹത്തിന്റെ നെറ്റിത്തടത്തിൽ വീഴുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് അയോധ്യ സാക്ഷ്യം വഹിക്കുക. രാമനവമി ദിനം സൂര്യരശ്മികൾ വിഗ്രഹത്തിന്റെ നെറ്റിത്തടത്തിൽ പതിക്കുന്നത് 3 മിനിറ്റോളം നീണ്ടുനിൽക്കും. ഇതിനായി ക്ഷേത്ര ശിഖരം മുതൽ ശ്രീകോവിൽ വരെയാണ് ഉപകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഉപകരണങ്ങളുടെ ഒരു ഭാഗം ശ്രീകോവിലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ 19 വർഷത്തിലും സൗര ചാന്ദ്ര മാസങ്ങളുടെ തീയതികൾ ഒരേ തീയതിയിൽ വരുന്നു. ഇത് വെച്ചാണ് രാംലല്ലയ്ക്കായി ഒരു ടിൽറ്റ് മെക്കാനിസം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ കണ്ണാടിയും ലെൻസും ഘടിപ്പിച്ചിരിക്കുന്നു. സൂര്യരശ്മികൾ പതിക്കുന്ന ക്ഷേത്രത്തിന്റെ മുകളിലെ കണ്ണാടി രാംനവമി ദിനത്തിൽ കിരണങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിൽ കറങ്ങി ശ്രീരാമന്റെ ശിരസിലെത്തും. രാമക്ഷേത്രത്തിന് സമാനമായ സൂര്യതിലക് സംവിധാനം ചില ജൈന ക്ഷേത്രങ്ങളിലും കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലും ഇതിനകം ഉപയോഗത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ.